കൊല്ലുമെന്ന് ഭീഷണി. എടപ്പാൾ കാലടിയിൽ നവവരനെതിരെ പരാതി നൽകിയ യുവതിയുടെ വീടിനെ തീയിട്ടു. വീട്ടിൽ നിർത്തിയിട്ട 3 ബൈക്കുകൾ കത്തിനശിച്ചു. പോലീസിൽ പരാതി നൽകിയതിന് പ്രതികാരം തീർക്കാൻ വധുവിന്റെ വീടിനെ തീയിട്ട് നവവരൻ. പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീട്ടിലാണ് പുലർച്ചെ തീയിട്ടത്. നിർത്തിയിട്ട 3 ബൈക്കുകൾ കത്തിനശിച്ചു. വീടിന്റെ ചുമരുകളും ജനലുകളും കത്തി. പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിനെ തീയിട്ടതെന്നാണ് നിഗമനം. 9 മാസം മുമ്പാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത്. ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ 1 മാസം തികയും മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നീട് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിൽ ഇയാളോട് ഇന്ന് 11 മണിക്ക് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പുലർച്ചെ 1 മണിയോടെ ഹരിതയുടെ വീടിനെ തീയിട്ടത്. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേഹാസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ പെങ്ങളെ മോളെ കല്യാണം കഴിച്ച് പയ്യൻ വന്നിട്ട് ചെയ്തതാണ്, ഭർത്താവ് വന്നിട്ട് ചെയ്തതാണ്. രാത്രി 12-12:30 ഇടയിലായിട്ടുള്ള സംഭവമാണ്. പെട്രോളായിട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ്. 3 വണ്ടിയാണ് കത്തിച്ചിട്ടുള്ളത്. 3 വണ്ടി കത്തിച്ചിട്ടുള്ളത്. അവൻ മിനിയാന്ന് വന്നിട്ടുണ്ടായിരുന്നവൻ 12 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിനിയാന്ന് 12 മണിക്ക് വന്നു കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയുള്ളത്. ഭീഷണിപ്പെടുത്തിയെന്ന് പോവല്ല, ഭീഷണിപ്പെടുത്തിയിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മാമനോട് ഇട്ട് വെട്ടിക്കൊല്ലും, വടിവാളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പുറത്ത് വാളൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ ആയപ്പോൾ അവൻ പോവുകയും ചെയ്തു. അങ്ങനെ പോയി. അതെ, എന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ അന്ന് രാത്രി സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞ്, രാവിലെ അല്ല 3 മണിയാകുമ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ 3 മണിക്ക് ചെന്നിട്ട് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പോന്ന്. ആ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ എന്താണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 12-12:30 വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടിക്കൊക്കെ തീയിട്ടിട്ട് പോയത്. വീട് കത്തിയിരിക്കുന്നു, വീടിൻ്റെതൊക്കെ കത്തിയിട്ട് പോയിട്ടുള്ളത്. വിനീഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ ചെയ്ത പണിയാണ് ഇതൊക്കെ. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.